സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് റസ്റ്റിൽ സ്ട്രിംഗ് സ്ലൈസിങ്ങും സ്ട്രിംഗ് കോൺകാറ്റിനേഷനും എന്താണെന്നാണ്. വീട്ടിലോട്ട് പോയാലാ? ഇപ്പോൾ എന്താണ് സ്ട്രിംഗ് സ്ലൈസിങ്? സ്ട്രിങ്ങിനെ മുറിക്കാനാണ് നമ്മൾ സ്ട്രിംഗ് സ്ലൈസിങ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ കൂടി നോക്കാം. അതിന് VS കോഡ് ഓപ്പൺ ചെയ്യുകയാണ്. ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് എ ഈക്വൽ ടു ജാക്ക് ദ മാൻ. ഓക്കെ, ഇവിടെ കൊടുത്ത സ്ട്രിംഗ് ലിറ്ററൽ ആണ്. നിങ്ങളുടെ സ്ട്രിംഗ് ഒബ്ജക്റ്റും കൊടുക്കാതെ പ്രശ്നമില്ല. അതെന്ത് ചെയ്ത് പിന്നെ ഞാൻ വേറെ പേര് ക്രിയേറ്റ് ചെയ്ത് കട്ട് ചെയ്ത സാധനം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുകയാണ് %A04. ഓക്കെ, പ്രിന്റ് കാണിച്ചു തരാം. വി നീ കാണാൻ പറ്റും ജാക്ക് എന്ന് ഒന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക ജാക്ക് എന്ന് എന്താ? സ്ട്രിംഗ് സ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിനെ മുറിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ തൊട്ട് ഇവിടം വരേക്ക് മതി, ഇവിടം വരെ മുറിച്ചെടുത്ത് അതായത് ഇവിടെ സ്റ്റോർ ചെയ്ത് അത് പ്രിന്റ് ചെയ്ത്. അപ്പോൾ അതാണ് സംഭവിച്ചത്. ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്ത് അതിന് ബീന് വേറെ സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് അതിലിട്ട് ഞാൻ ഒരു %% കൊടുത്തപ്പോൾ %% എന്തുട്ടാ അത് ബോറോയിങ് കോൺസെപ്റ്റ് ആണ് നോക്കണ്ടേ. ഇപ്പം ഫ്യൂച്ചർ വേഴ്സ് പറഞ്ഞുതരാം ഓണർഷിപ്പും ബോറോയിങ് എന്താണെന്ന്. ഇപ്പം വെറുതെ കിട്ടും %. അത് ഞാൻ വേരിയബിളിൻ്റെ പേര് കൊടുത്തു. എൻ്റെ വേരിയബിളിൻ്റെ പേര് A. അതിന് ഞാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത് അതിനുള്ളിൽ ഞാൻ 0 to 4 എന്ന് കൊടുത്തു. 2.4 എന്ന് വെച്ചാൽ 0 to 4 വരെ എന്ന് ഉദ്ദേശിച്ചത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഈ സ്ട്രിംഗ് സ്റ്റോർ ആയി കിടക്കുന്ന ഓരോ ലെറ്റേഴ്സിനും ഒരു വാല്യൂ ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ജെക്ക് 0 ആണ് കൊടുക്കുന്നത്. നമ്മുടെ 0 സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഇൻഡെക്സിങ്. ഇപ്പോൾ ഇൻഡെക്സിനെ പറയുന്നത് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ J 0 ആണ്. ഒരു ID എന്ന് ഞാൻ പറഞ്ഞു, J ഒരു ID 0 അങ്ങനെ വിചാരിച്ചു മനസ്സിലാൻ സുഖമായിരിക്കും. Jക്ക് ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ 0 ആണ്. Aക്ക് എന്താ 1 ആയിരിക്കും, Cക്ക് എന്താ 2 ആയിരിക്കും, Kക്ക് എന്താ 3 ആയിരിക്കും. ഓക്കെ, അങ്ങനെ എല്ലാത്തിനും ഒരേ ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ സ്പേസിനും ഉണ്ട് കേട്ടോ, അങ്ങനെ മറക്കല്ല. ഈ സ്പേസ് ഉണ്ടാ ഇതിനൊരു ക്യാരക്ടറാക്കി എടുക്കും. അപ്പോൾ എന്താ എന്താ ഇതിനും ഒരു ഇൻഡെക്സ് ഉണ്ടാവും. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ഇത് 4 ആയിരിക്കും. അപ്പോൾ ഞാൻ സ്പെസിഫൈ നോക്കാം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് 0.4. അപ്പോൾ .4 ഉദ്ദേശിക്കുന്നത് എന്താ? 0 തൊട്ട് 4 മുമ്പ് വരെ. ഓക്കെ, മറക്കരുത്, 0 തൊട്ട് 4 മുമ്പ് വരെ. 4 മുമ്പ് എത്രയായി നോക്കാം. ഇത് 0 ആണ്. ഓക്കെ, 0 1 2 3 4 എന്താ? 4 സ്പേസ് ആണ്. ഓക്കെ, സ്പേസ് ആണ്. അപ്പോൾ 4 സ്പേസിന് മുമ്പ് വരാം. സ്പേസിന് മുമ്പ് എന്തുട്ടാ? K. അപ്പോൾ എന്ത് വരും? J തൊട്ട് K വരാം. എക്സാമ്പിൾ സ്പേസും കളഞ്ഞു നോക്കാം, പ്രിന്റ് നോക്കാം. എന്നാലും ജാക്കിന് തന്നെ വരുള്ളൂ. അതായത് സ്പേസിന് മുമ്പ് വരാം. ഈ കേസിൽ എന്താ? ഇപ്പം Tക്ക് മുമ്പ് വരാം. ഇപ്പം T ആണ് 4th ഇൻഡെക്സ്. അപ്പോൾ Tക്ക് മുമ്പ് എന്തുട്ടാ? K. J തൊട്ട് K വരാം. ഇനി എനിക്ക് 4 വരെ വേണം. ഈ കേസിൽ എന്താ? 4ന് മുമ്പ് വരാം, പക്ഷേ എനിക്ക് 4 വരെ വേണം. എന്ത് ചെയ്യും? അപ്പം എന്ത് ചെയ്യും? ഒരു ഈക്വൽ ടു കൊടുക്കണം അവിടെ. ഓക്കെ, പ്രിന്റ് നോക്കിയാൽ അതും വരും. ഓക്കെ, ഈക്വൽ ടു എന്തിനാ? 0 തൊട്ട് 4 വരെ. 4ന് മുമ്പ് വരെ അല്ല, 4 വരെ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം ഈ ഇതുണ്ടാ ഇവിടെ ഇവിടുന്ന് 0 കളഞ്ഞെന്ത് പറ്റും? ഇവിടുന്ന് 0 കളഞ്ഞെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഫസ്റ്റ് തൊട്ട് 4 വരെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് തൊട്ട് 4 വരെ. ഓക്കെ, ബിക്കോസ് നോക്കാം എന്ത് വരും? സെയിം ഔട്ട്പുട്ട് ആയിരിക്കും. കണ്ട ജാക്ക് T. ഓക്കെ, ഇവിടെ വാല്യൂസ് കൊടുത്തില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ലെറ്റർ തൊട്ട് എൻഡ് വരാം. ഓക്കെ, നീ വേറെ കേസിൽ എന്താ? ഞാൻ ഇവിടെ വാല്യൂ കൊടുക്കാനുള്ള. ഇവിടെ വാല്യൂ കൊടുക്കാതിരിക്കുമെങ്കിൽ നിങ്ങൾ ഈക്വൽ ടു കൊടുക്കാൻ പറ്റില്ല. ഈക്വൽ ടു എംപ്റ്റി ഇടാൻ പറ്റില്ല. അപ്പോൾ ഈക്വൽ ടു വേണം. അപ്പോൾ കൊടുക്കണേ. അപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കണല്ല. അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ എന്ത് വരും? 0 തൊട്ട് സ്റ്റാർട്ടിങ് എത്ര? 0. അപ്പോൾ 0 തൊട്ട് എൻഡിങ് കൊടുക്കാത്തതുകൊണ്ട് ഇത് മൊത്തം കൊടുക്കും, ഇവിടം വരെ എടുക്കും. അപ്പോൾ മൊത്തം വേർഡ് വരും. നോക്കിയോ, കണ്ട ജാക്ക്മാൻ തോന്നുന്നു. ഇനി ഇവിടെ 4 തൊട്ടെന്ത് പറ്റും? 4 തൊട്ട് 4 എത്രയാ? 4 T ആണ് നമ്മുടെ. അപ്പോൾ T തൊട്ട് ഫുള്ളും. ഓക്കെ, ദ മാൻ എന്ന് വരും. കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രിംഗ് സ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ. എന്നാൽ സ്ട്രിങ്ങിനെ പീസാക്കുക. അതായത് ഇവിടുന്ന് സ്ട്രിങ്ങിനെ മുറിച്ചിട്ട് വേറെ വേരിയബിൾ സ്റ്റോർ ചെയ്ത്. അപ്പോൾ അതാണ് സ്ട്രിംഗ് സ്ലൈസിംഗ് എന്ന് പറയുന്നത്. സ്ട്രിങ്ങിനെ മുറിക്കുക, അതിനാണ് സ്ട്രിംഗ് സ്ലൈസിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്ട്രിംഗ് ഒബ്ജക്റ്റിൻ്റെ ഒപ്പം സ്ട്രിംഗ് ലിറ്ററലിൻ്റെ ഒപ്പം ചെയ്യാം. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഏത് വേണം ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഫ്രണ്ട്സ് ഇവിടെ സ്ട്രിംഗ് ലിറ്ററൽ ഉപയോഗിച്ച് സ്ട്രിംഗ് ഒബ്ജക്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ എന്താണെന്ന്. അപ്പോൾ എന്താണ് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ എന്ന് വെച്ചാൽ? സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ എന്ന് വെച്ചാൽ 2 സ്ട്രിങ്ങിനെ ആഡ് ചെയ്യാനാണ് നമ്മൾ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യാം. സ്ട്രിംഗ് ഒബ്ജക്റ്റ് എടുക്കുക, ഞാൻ ഫ്രം കൊടുക്കാം. ഞാൻ ജാക്ക് എന്ന് കൊടുത്ത് ഒരു ക്രിയേറ്റ് ചെയ്യാം. അതിലെന്ത് കൊടുത്ത് ഞാൻ മാൻ എന്ന് കൊടുത്ത്. ഓക്കെ, സ്പേസ് കൊടുത്തേക്കാം ഒരു. അപ്പോൾ നമുക്ക് ഈ 2 സ്ട്രിങ്ങിനെ ആഡ് ചെയ്യാം. അപ്പോൾ വേറെ ക്രിയേറ്റ് ചെയ്യണം. ആഡ് എന്ന് പറഞ്ഞ് ഹിസ്റ്ററി കൊടുക്കുക. A plus %B. ഓക്കെ, പ്രിന്റ് ആഡ്. ഓക്കെ, പ്രിന്റ് ചെയ്യാം, കാണാൻ പറ്റും.
ഞാൻ ആഡ് ചെയ്യുന്ന പ്രിന്റ് ടൈപ്പിക്ക് 2 വേർഡും കിട്ടി. സ്ട്രിങ് കോൺകാറ്റേഷൻ എന്ന് പറഞ്ഞാൽ 2 സ്ട്രിങ്ങിനെ ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ അതിന് ഒറ്റ വേരിയബിളാക്കി മാറ്റുക രണ്ടെണ്ണത്തിനെ. അങ്ങനെ പറയാം, രണ്ടത്തെ ആഡ് ചെയ്ത് പിന്നെ ഒറ്റ ഒരെണ്ണം ആയില്ല അത്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്ത് ഞാൻ 2 സ്ട്രിങ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്, എന്നിട്ട് എന്ത് ചെയ്ത് ഞാൻ വേറെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത്. വേണമെങ്കിൽ ഡയറക്റ്റ് വേറെ ഇതിൽ തന്നെ ഇവിടെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്താണ്. അപ്പോൾ അങ്ങനെ വേറെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത് എ ഉപയോഗിച്ച് ഫസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് വേരിയബിൾ എയിലേക്ക് എന്ത് ആഡ് ചെയ്യണം, എ പ്ലസ് ആൻഡ്% നോക്കുകയാണെങ്കിൽ ഇട്ടോ. ആൻഡ്% എന്ന് വെച്ചാൽ ബോറിങ് കോൺസെപ്റ്റ് ആണ്, അത് ഞാൻ വേറൊരു പറയാം. എന്നിട്ട് എന്ത് കൊടുത്ത് ഞാൻ ബി കൊടുത്ത്. ഓക്കെ, എന്നിടത്ത് എന്താ എയിലേക്ക് ബി ആഡ് ചെയ്യാൻ. ഇനി എക്സാമ്പിൾ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഒരു വേരിയബിൾ കൂടി ഉണ്ട്. ഓക്കെ, ഒരു വേരിയബിളും കൂടി ഉണ്ട്. ഞാൻ സി എന്ന് കൊടുക്കുകയാണ്, 0 കൊടുക്കുക, സൂപ്പർ എന്ന് കൊടുത്ത്. ഓക്കെ, അതെന്ത് ഇനി ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, %c. ഓക്കെ, ഈ ഫസ്റ്റ് വേരിയബിൾ വെച്ച് ബാക്കി എല്ലാ വേരിയബിളും എത്ര വേരിയബിളും ആഡ് ചെയ്യണ്ടോ അത്ര വേരിയബിളിന് %. കൊടുക്കണം. ഓക്കെ, അത് കൊടുത്തോ, പിന്നെ പറഞ്ഞത് എന്തിനാണെന്നത് ഇപ്പോൾ കൊടുത്തു നിങ്ങൾ. ഇനി വേരിയബിൾ ഉണ്ടെങ്കിൽ പ്ലസ് %d. എന്നാൽ എന്തൊക്കെ എത്ര വേരിയബിൾ ഉണ്ടോ അതിനൊക്കെ %. കൊടുത്തു, ഫസ്റ്റത്തെ വെച്ച് മാത്രം. ഓക്കെ, പ്രിന്റ് ചെയ്യാം. കണ്ട, അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സ്ട്രിങ്ങിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാ %. കൊടുക്കുന്നത് വെച്ചാൽ ഇത് ഒരു ബോറോയിങ് കോൺസെപ്റ്റ് ആണ്. ഇതൊന്നുമില്ല, പക്ഷേ നമ്മൾ ഫംഗ്ഷൻ വർക്ക് ഇങ്ങനെയാണ് അവിടെ. ഓക്കെ, a.add b,c എന്താ വെച്ചാൽ എന്താ നമ്മുടെ എയിലേറ്റ് ആഡ് ആക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ 2 സാധനം കണ്ട ഇതിന് നമ്മൾ എയിലേറ്റാണ് ആഡ് ആക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എക്ക് %. കൊടുക്കാൻ കാരണമാണ് ഈ രണ്ടത്തിൻ്റെ വാല്യൂ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്, എയിലേറ്റ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മെയിൻ %. കൊടുക്കാത്തത്. ഓക്കെ, അത്രേ ഉള്ളൂ. ബോറോയും പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഇനി എനിക്ക് സ്ട്രിങ് ഒബ്ജക്റ്റ് സ്ട്രിങ് ലിറ്ററൽ ആഡ് ചെയ്യണം. നമുക്ക് ഒരു സ്ട്രിങ് ലിറ്റർ എടുക്കുക. ഇവിടെ എൻ്റെ ഇവിടെ സ്ട്രിങ് ലിറ്ററൽ ആക്കാത് ഞാൻ മാനിന് കൊടുത്തത് നേരത്തെ പോലെ തന്നെ, പക്ഷേ സ്ട്രിങ് ലിറ്റർ ആണ്. ഇത് കമൻറ്റ് ചെയ്യാം. എനിക്ക് ആഡ് ചെയ്യണം. ഈ കേസ് എങ്ങനെ ചെയ്യും? ഈ കേസ് എന്ത് ചെയ്യണം, വലിയ %. ആവശ്യമില്ല, കാരണം ഇത് സ്ട്രിങ് ലിറ്ററലാണ്. സ്ട്രിങ് ലിറ്ററൽ %. കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രിന്റ് ചെയ്യുക. സ്ട്രിങ് ഒബ്ജക്റ്റിന് കൊടുക്കണം. നേരത്തെ സ്ട്രിങ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഇവിടെയൊക്കെ സ്ട്രിങ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ %. കൊടുത്തത്, ഒരു സ്ട്രിങ് ലിറ്ററിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ആഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് സ്ട്രിങ് ഒബ്ജക്റ്റ് സ്ട്രിങ് ലിറ്ററൽ ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് തിരിച്ചു വെച്ചില്ല. എന്താ ഇനി ഇവിടെ b+a ചെയ്ത് നമുക്ക് നടക്കില്ല. കാരണം എന്താ, നമുക്ക് എയിലേക്ക് ബി ആഡ് ചെയ്യാം. കാരണം എന്താ, എ സ്ട്രിങ് ഒബ്ജക്റ്റ് ആണ്. സ്ട്രിങ് ഒബ്ജക്റ്റിലേക്ക് നമുക്ക് സ്ട്രിങ് ലിറ്ററൽ ആഡ് ചെയ്യാം, പക്ഷേ സ്ട്രിങ് ലിറ്ററിലേക്ക് സ്ട്രിങ് ഒബ്ജക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് റൂളാണ്, ഇതിങ്ങനെ ഓർത്ത് വെച്ചോ. ഈ സ്ട്രിങ് ലിറ്ററലും സ്ട്രിങ് ഒബ്ജക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഉണ്ടായിരിക്കും സ്ട്രിങ് ലിറ്ററലായിരിക്കും ഫസ്റ്റ് പറഞ്ഞത്. അതിലേട്ട് നമുക്ക് സ്ട്രിങ് ഒബ്ജക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാണ്ട് എനിക്ക് സ്ട്രിങ് ലിറ്ററലായിട്ട് സ്ട്രിങ് ഒബ്ജക്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. b+a ചെയ്യാം, നമുക്ക് a+b ചെയ്യാം, പക്ഷേ b+a എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റൂളാണ്. ഇനി നിങ്ങൾക്ക് സ്ട്രിങ് ലിറ്ററലായിട്ട് സ്ട്രിങ് ഒബ്ജക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഈ ബി ഉണ്ട്, ഇത് നിങ്ങൾ സ്ട്രിങ് ഒബ്ജക്റ്റ് ആക്കണം. എങ്ങനെയാ, .to on കൊടുത്താൽ മതി. അപ്പോൾ എന്താവും, ഇത് സ്ട്രിങ് ഒബ്ജക്റ്റായി മാറും. അതിന് ഇവിടെ %. കൊടുക്കണം എന്ന് വെച്ചാൽ ഫസ്റ്റ് വേരിയബിൾ വെച്ച് ബാക്കി എല്ലാ വേരിയബിളും %. കൊടുക്കണം. ഇപ്പോൾ സെക്കൻഡായി എ, അതുകൊണ്ട് ഇവിടെ %. കൊടുത്തു. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ കേസ് കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ 2 സ്ട്രിങ് ലിറ്ററൽ കൊടുത്തിട്ടുണ്ട്. ഈ 2 ആഡ് ചെയ്ത് നോക്കി എറർ കാണിക്കും. അങ്ങനെ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഈ കേസിൽ എനിക്ക് എന്ത് ചെയ്യണം, ഈ റൈറ്റ് സാധനത്തിന് എനിക്ക് സ്ട്രിങ് ഒബ്ജക്റ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 ഓൺ എടുക്കുകയാണ്. അപ്പോൾ എന്താ, ഇത് സ്ട്രിങ് ഒബ്ജക്റ്റായി മാറി. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ സ്ട്രിങ് ലിറ്റർ ആഡ് ചെയ്യാം. അപ്പോൾ സ്ട്രിങ് ലിറ്റർ എനിക്ക് സ്ട്രിങ് ഒബ്ജക്റ്റ് 2 ആഡ് ചെയ്യാൻ പറ്റും. സ്ട്രിങ് ഒബ്ജക്റ്റിലേക്ക് ഒരു സ്ട്രിങ് ലിറ്റർ ആഡ് ചെയ്യാൻ പറ്റും, പക്ഷേ 2 സ്ട്രിങ് ലിറ്റർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് 2 സ്ട്രിങ് ലിറ്റർ ആഡ് ചെയ്യണമെങ്കിൽ 2 on കൊടുക്കണം. 2 on ഫസ്റ്റ് കൊടുക്കണം, ഇതിനും കൊടുക്കണ്ട. ഓക്കെ, പക്ഷേ ഇപ്പോൾ എനിക്ക് സ്ട്രിങ് ലിറ്ററിലേറ്റർ സ്ട്രിങ് ഒബ്ജക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതിന് 2 on കൊടുക്കണം. ഞാൻ ഇത് കാണിച്ചില്ല, 2 on കൊടുക്കണം, എന്നിട്ട് ഇവിടെ %. കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയുള്ളൂ. എനിക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.